1998 സെപ്റ്റംബർ 29 കേരളത്തിൽ ജനിച്ച മാനസ മലയാളം, തെലുങ്ക്, തമിഴ് സിനിമകളിലുടനീളമുള്ള അവിശ്വസനീയമായ പ്രകടനത്തിലൂടെ പ്രേക്ഷകരെ മയക്കി. ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചതു മുതൽ ടിയാൻ, കാറ്റ്, 21 ഗ്രാംസ് തുടങ്ങിയ ചിത്രങ്ങളിലെ സ്വാധീനമുള്ള വേഷങ്ങൾ വരെ അവർ തൻ്റെ വ്യാപ്തി, ആകർഷണീയത, കരകൗശലത്തോടുള്ള സമർപ്പണം എന്നിവ പ്രകടിപ്പിച്ചു. അഭിനയത്തിനപ്പുറം പരിശീലനം ലഭിച്ച ഒരു ക്ലാസിക്കൽ നർത്തകി, ഒരു ഗിറ്റാറിസ്റ്റുമാണ് മാനസ. അവരുടെ ബഹുമുഖ കഴിവുകൾ പ്രതിഫലിപ്പിക്കുന്നു. അവരുടെ സ്വാഭാവിക സ്ക്രീൻ സാന്നിധ്യം, യുവത്വത്തിൻ്റെ ഊർജം, ചലച്ചിത്ര മേഖലയിലെ പ്രചോദനാത്മകമായ യാത്ര എന്നിവയ്ക്ക് ആരാധകർ അവരെ ആഘോഷിക്കുന്നു. കൂടാതെ മറക്കാനാവാത്ത നിരവധി പ്രകടനങ്ങളും നാഴികക്കല്ലുകൾക്കും സാക്ഷ്യം വഹിക്കാൻ മാനസയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. രാധാകൃഷ്ണൻ വിക്കിയുടെയും ശ്രീകലയുടെയും മകളായ മാനസ രാധാകൃഷ്ണൻ കേരളത്തിൽ ജനിച്ചു. ആദ്യകാലങ്ങൾ കേരളത്തിൽ ചെലവഴിച്ച അവർ അക്കാദമിക്, കല എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ആദ്യകാല കഴിവുകൾ പ്രകടിപ്പിച്ച അവർ അഭിനയം, മറ്റ് കലാപരമായ പ്രവർത്തനങ്ങളുമായി പഠനം സന്തുലിതമാക്കി. നിലവിൽ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിരുദം നേടി. ഇത് സ്ക്രീനിലും പുറത്തും അവരുടെ സമർപ്പണത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ബാലതാരമായിട്ടാണ് മാനസത്തിൻ്റെ കരിയർ ആരംഭിച്ചത്. മലയാള സിനിമകളിൽ പ്രത്യക്ഷപ്പെടുകയും സ്വാഭാവിക കഴിവുകൾക്ക് അംഗീകാരം നേടുകയും ചെയ്തു. ആദ്യകാല വേഷങ്ങൾ അവർക്ക് ആത്മവിശ്വാസം വളർത്താനും സിനിമയിൽ ശക്തമായ അടിത്തറയിടാനും സാധിച്ചു. പ്രധാന വേഷങ്ങളിലെ കൂടുതൽ സങ്കീർണമായ കഥാപാത്രങ്ങൾക്ക് അവരെ സജ്ജമാക്കി. 2017 മാനസ പ്രധാന വേഷങ്ങളിലേക്ക് മാറി. കാറ്റ് എന്ന ചിത്രത്തിലൂടെ പ്രാധാന്യം നേടി. അവിടെ അവർ ഉമ്മക്കുൽസു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. വൈകാരിക ആഴവും വൈവിധ്യവും അതിൽ പ്രകടനമായി. ടിയാൻ, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ തൻ്റെ പ്രശസ്തി കൂടുതൽ ഉറപ്പിച്ചു. ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഉയർന്നുവരുന്ന താരങ്ങളിൽ ഒരാളായി സ്ഥാപിതമായി. മാനസ പരിശീലനം ലഭിച്ച ഒരു ക്ലാസിക്കൽ നർത്തകിയും ഗിറ്റാറിസ്റ്റുമാണ്. പ്രധാന വേഷങ്ങളിലും സഹവേഷങ്ങളിലും അഭിനയിച്ചതിന് പ്രാദേശിക അവാർഡുകൾ, അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളത്തിലും തെലുങ്കിലും വരാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളിൽ മാനസ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ്. സിനിമയിലെ അവരുടെ തുടർച്ചയായ വളർച്ച അവരുടെ ആരാധക വൃന്ദത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഒരു മുൻനിര നായിക എന്ന നിലയിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു. മലയാളത്തിലെയും ദക്ഷിണേന്ത്യൻ സിനിമയിലെയും പുതിയ തലമുറയെ പ്രതിനിധാനം ചെയ്യുകയും ബാലതാരത്തിൽ നിന്ന് മുൻനിര താരത്തിലേക്കുള്ള അവരുടെ യാത്ര അഭിനേതാക്കൾക്ക് വളരെ പ്രചോദനാത്മകമാണ്. കൂടാതെ അവരുടെ പ്രകടനങ്ങൾ നിരൂപകരുടെയും പ്രേക്ഷകരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്നതും തുടരുന്നു.